തിരുവനന്തപുരം സിറ്റിയോട് വളരെയേറെ അടുത്താണ്. നമുക്കിതാ ഈ കാണുന്ന ടോട്ടലായിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് 2 വീട് ഉൾപ്പെടെ വിൽപ്പനയ്ക്കുള്ളത്. നിങ്ങൾ ഈ പ്രോപ്പർട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ കാഴ്ച നിൽക്കുന്ന മരങ്ങൾ തന്നെ ഒത്തിരിയധികം ഉണ്ട് കേട്ടോ. വീടിന് ചുറ്റും ഒത്തിരിയധികം ഫലവൃക്ഷങ്ങളൊക്കെ വേണം. ഇനി അതല്ല ഒരു ഫാം ലാൻഡ് സെറ്റപ്പ്, ഇനി അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ തന്നെ നിങ്ങൾ വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ആർക്കിടെക്ചറിന് തൊട്ടടുത്താണ്. കോളേജ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്ന് പേയാട് റൂട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മൈലാടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ വരുമ്പോൾ കോളേജ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ തന്നെ വസന്ത എന്ന് പറഞ്ഞൊരു ലേഡീസ് ഹോസ്റ്റൽ കാണാം. അതിൻ്റെ തൊട്ട് പിൻവശത്തായിട്ട് നമ്മുടെ ഈ വീടിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിൻവശത്ത് കാണുന്ന ആ ഒരു കെട്ടിടം ഈ ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. അപ്പോൾ അതിൻ്റെ പിൻവശത്തായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ അതിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പം തന്നെ ഒരു പുതിയൊരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെ കാണുന്ന കോൺക്രീറ്റ് റോഡ്, വലിയ ലോറി ഇറങ്ങി വരുന്ന ടോട്ടലായിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലം. അതിനകത്ത് നമുക്കിതാ ഈ കാണുന്ന പോലെ 2 വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. ഈ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും ഫിനിഷായി 2022 പണി തീർത്തതാണ്. ഇതേ പഴക്കമുള്ള പിൻവശത്ത് വേറൊരു 1900 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കൂടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. അതിനകത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള ടൈലിൻ്റെ വർക്കും അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കുകൾ പെൻഡിങ് ആണ്. അപ്പോൾ അതിനെയും കൂടെ പണി തീർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് താമസയോഗ്യമാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഒരു മൊത്തത്തിൽ ഒരു ഫാം എന്നുള്ള സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഫുള്ളായിട്ട് കരഭൂമിയാണ്. അവിടെ അവിടെയായിട്ട് ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നിറയെ പ്ലാവുണ്ട്, അതുപോലെ മാവുണ്ട്, റംബൂട്ടാൻ, മംഗോസ്റ്റീൻ തുടങ്ങി ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീടിരിപ്പിൻ്റെ ലെവലിൽ നിന്ന് അടുത്തൊരു തട്ടായിട്ടാണ് ബാക്കിയുള്ള ഭാഗം കിടപ്പുള്ളത്. താഴേക്ക് നോക്കുവാണെങ്കിൽ 2 വലിയ കുളമൊക്കെ എടുത്തിട്ടുണ്ട്. കുളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടായിരുന്നതല്ല, ഇവർ കുഴിച്ചതാണ്. മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് കുഴിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പിൻവശത്ത് നമുക്ക് വലിയൊരു ഷെഡുണ്ട്, കോഴി ഷെഡുണ്ട്. അപ്പോൾ കോഴിയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ചാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കോഴിയെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ പിൻവശത്ത് കാണുന്ന ഈ കെട്ടിടം വന്നിട്ട് കോളേജ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ വസന്ത എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ഈസിയാണ്. ഗൂഗിളിൽ വസന്ത ലേഡീസ് ഹോസ്റ്റൽ CAT എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈസിലി ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. ടോട്ടലായിട്ട് 2 ഏക്കർ 15 സെൻറ്റാണ്. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 2.25 ലക്ഷം രൂപയാണ്. ശരിക്കും അതിനകത്ത് 2 വീടുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ കാണുന്ന പോലുള്ള സെറ്റപ്പൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ സിറ്റിയിൽ നിന്ന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇത്തിരി ഒന്ന് വല്ലപ്പോഴും വന്ന് നിന്നിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി തൊട്ടടുത്താണ്. വിളപ്പിശാല നമ്മുടെ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയൊക്കെ വരുന്നത് ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. CAT കോളേജിൽ നിന്ന്, കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ നിന്ന് നമുക്ക് 200-300 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.